2024 ജൂൺ 3 തിങ്കൾ. ഇന്ന് 1199 ഇടവം 20. പ്രിയമുള്ള ശ്രോതാക്കളെ, ഇന്ന് വാർത്തയ്ക്ക് 6-ാം പിറന്നാൾ. 2019 ജൂൺ 3 ആരംഭിച്ച യാത്രയാണ്. ഇക്കാലമത്രയും കൂടെ നടന്നവർക്കും സൗഹൃദം പങ്കിട്ടവർക്കും നന്ദി. വാർത്തകൾ വായിക്കുന്നത് ജി രവി. വെടിനിർത്തൽ US പദ്ധതിയോടെ യോജിപ്പെന്ന് ഇസ്രായേൽ. ഒത്തുതീർപ്പ് പദ്ധതി ലഭിച്ചിട്ടില്ലെന്ന് ഹമാസ്. ഗാസയിൽ അടിയന്തര വെടിനിർത്തലിനായി US പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച പദ്ധതി മെച്ചമല്ലെങ്കിലും അംഗീകരിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് ഒഫിൽ ഫാക്ക് പറഞ്ഞു. ബന്ദികളെ എല്ലാവരെയും മോചിപ്പിക്കണമെന്നതിനാലാണ് പദ്ധതി പരിഗണിക്കുന്നത്. അതേസമയം ഹമാസിനെ ഇല്ലാതാക്കാതെ അന്തിമ വെടിനിർത്തൽ ഉണ്ടാകില്ലെന്ന നിലപാട് ഇസ്രായേൽ ആവർത്തിച്ചു. 6 ആഴ്ചത്തെ വെടിനിർത്തൽ, അത് സ്ഥിരമാക്കി മാറ്റൽ, രാജ്യാന്തര സഹായത്തോടെ ഗാസ പുനർനിർമ്മാണം എന്നിങ്ങനെ 3 ഘട്ടങ്ങളായുള്ള പദ്ധതിയാണ് 31-ന് ബൈഡൻ മുന്നോട്ട് വച്ചത്. അതേസമയം ഇസ്രായേലിൽ നിന്നുള്ള ഒത്തുതീർപ്പ് പദ്ധതി ലഭിച്ചിട്ടില്ലെന്ന് ഹമാസ് വ്യക്തമാക്കി. മുൻപ് പലവട്ടവും സമാനമായ വെടിനിർത്തൽ പദ്ധതികൾ ബൈഡൻ അവതരിപ്പിച്ചെങ്കിലും ഒന്നും ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല. അതേസമയം US വെടിനിർത്തൽ പദ്ധതിയെപ്പറ്റി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയും അബുദാബിയിൽ ചർച്ച നടത്തി. വെടിനിർത്തൽ ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. UN പലസ്തീൻ അഭയാർത്ഥി ഏജൻസിയെ ഭീകര സംഘടനയെന്ന് മുദ്രകുത്തിയ ഇസ്രായേൽ നിലപാടിനെ ഖത്തർ അപലപിച്ചു. അതിനിടെ ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് 50 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ 16-17 വയസ്സുകാരായ 2 പലസ്തീൻ ചെറുപ്പക്കാരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നു. ഇതുവരെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 36,439 വർദ്ധിച്ചു. കാലവർഷമെത്തി കേരളം മുഴുവൻ. ഇന്ന് മഴ ശക്തമാകും. കണ്ണൂരിൽ യെല്ലോ അലർട്ട്. കാലവർഷം സംസ്ഥാനം മുഴുവൻ എത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശനിയാഴ്ച കണ്ണൂർ ജില്ല വരെ എത്തിയ കാലവർഷ മേഘങ്ങൾ ഇന്നലെ കാസർഗോഡും കടന്ന് മംഗളൂരുവിലെത്തി. കാലവർഷം ശക്തി പ്രാപിക്കുന്നതിനാൽ ഇന്ന് മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലും ശക്തമായി മഴ പെയ്തേക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ മുതൽ 6 വരെ കേരള കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. രാവിലെ പ്രവേശനോത്സവം. ഇന്ന് സ്കൂൾ പുതുവർഷം. സംസ്ഥാനത്തെ സ്കൂളുകളിൽ പ്രവേശനോത്സവത്തോടെ ഇന്ന് പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയായി 40 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇന്ന് സ്കൂളിലെത്തും. പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചി എളമക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 9:30-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മന്ത്രി പി രാജീവ് 2024-25 അധ്യയന വർഷത്തെ അക്കാദമിക് കലണ്ടർ പ്രകാശനം ചെയ്യും. രാവിലെ 8:45-ന് മന്ത്രി വി ശിവൻകുട്ടി വിദ്യാർത്ഥികളെ മധുരം നൽകി സ്വീകരിക്കും. ജില്ലാതല പ്രവേശനോത്സവ ഉദ്ഘാടനത്തിന് പുറമെ ഇക്കുറി ബ്ലോക്ക് തലത്തിലും ഉദ്ഘാടന പരിപാടികൾ നടക്കും. +1 VHSC 1-ാം വർഷ ക്ലാസുകൾ 24-ന് ആരംഭിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. പുസ്തക വിതരണവും അധ്യാപക പരിശീലനവും പൂർത്തിയായെന്ന് മന്ത്രി. അൺഎയ്ഡഡ് മേഖലയിലെ ഫീസ് ഏകീകരിക്കാൻ നയം. സംസ്ഥാനത്തെ പാഠപുസ്തക വിതരണവും അധ്യാപക പരിശീലനവും പൂർത്തിയായതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സ്കൂളിൽ പാൽ, മുട്ട എന്നിവ നൽകാൻ 238 കോടി രൂപ അനുവദിച്ചു. 1, 5, 8 ക്ലാസുകളിലേക്ക് ഇനിയും കുട്ടികൾ വന്നു ചേരാനുണ്ടെന്നും ജൂൺ 2-ാം വാരം മാത്രമേ ആകെ വിദ്യാർത്ഥികളുടെ എണ്ണം അറിയാനാകൂ എന്നും മന്ത്രി അറിയിച്ചു. 45,000 സ്മാർട്ട് ക്ലാസ് മുറികളുടെ പ്രവർത്തനം പഠിച്ച് റിപ്പോർട്ട് നൽകാൻ IT പ്രിൻസിപ്പൽ സെക്രട്ടറി, സാങ്കേതിക സർവകലാശാല VC, കൈറ്റ് CEO, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രതിനിധി എന്നിവരുൾപ്പെട്ട സമിതിയെ നിയോഗിച്ചു. ഹൈടെക് ക്ലാസ് മുറികളിലെ ക്യാമറ, പ്രൊജക്ടർ, മോണിറ്റർ എന്നിവയുടെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കാൻ സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകി. അംഗീകാരമില്ലാതെയും ചട്ടം പാലിക്കാതെയും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഓഡിറ്റ് ചെയ്യും. അൺഎയ്ഡഡ് മേഖലയിലെ ഫീസ് ഏകീകരിക്കാനും എൻട്രൻസ് പരിശീലന സ്ഥാപനങ്ങളിൽ അമിത ഫീസ് ഈടാക്കുന്നത് തടയാനും നയം രൂപീകരിക്കും. വിടുതൽ സർട്ടിഫിക്കറ്റ്, അതായത് TC നൽകാൻ വിസമ്മതിക്കുകയും TCക്ക് ഭീമമായ തുക ഈടാക്കുകയും ചെയ്യുന്ന അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾക്കെതിരെയും നടപടിയുണ്ടാകും. TC ഇല്ലാതെ തന്നെ വിദ്യാർത്ഥികളെ സർക്കാർ സ്കൂളിൽ ചേർക്കാൻ ഉത്തരവ് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു.
അവയവ കച്ചവടം മുഖ്യ ഏജന്റിനെ ചോദ്യം ചെയ്യും. സംഘാംഗമായ പാലക്കാട് സ്വദേശി ഷമീറിനെ കണ്ടെത്താൻ ശ്രമം തുടങ്ങി. അവയവ കച്ചവടത്തിലെ മുഖ്യ ഏജന്റ് കഴിഞ്ഞ ദിവസം പിടിയിലായ ആന്ധ്ര സ്വദേശി രാമപ്രസാദിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. കേസ് അന്വേഷിക്കുന്ന എറണാകുളം റൂറൽ ജില്ലാ പോലീസ് ടീം കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ നിന്നാണ് രാമപ്രസാദിനെ അറസ്റ്റ് ചെയ്തത്. അങ്കമാലി കോടതിയിൽ ഹാജരാക്കിയ രാമപ്രസാദിനെ റിമാൻഡ് ചെയ്തു. ഇന്ന് കസ്റ്റഡിയിൽ ലഭിക്കാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും. ആദ്യ സംഘത്തിൻ്റെ ഇരയും പിന്നീട് സംഘത്തിൻ്റെ കണ്ണിയുമായ പാലക്കാട് സ്വദേശി ഷമീറിനെ കണ്ടെത്താൻ പോലീസ് ഊർജിത ശ്രമം ആരംഭിച്ചു. ഇയാൾ വിദേശത്തേക്ക് കടന്നിട്ടില്ലെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. മെയ് 3-ാം വാരത്തിൽ ഏതാനും ദിവസം ഷമീർ കോയമ്പത്തൂരിലെ ഒരു ഹോട്ടലിൽ തങ്ങിയിരുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പിടിയിലായ രാമപ്രസാദിൻ്റെ സോഷ്യൽ മീഡിയ ചാറ്റിംഗ് പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. അവയവ കച്ചവടത്തിനായി ഇത്തരത്തിലുള്ള ഒട്ടേറെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ രാമപ്രസാദ് അംഗമായിരുന്നു. ഈ ഗ്രൂപ്പുകളെ സംബന്ധിച്ച വിവരങ്ങൾ ഇയാളുടെ ഫോണിൽ നിന്ന് കണ്ടെത്താനാണ് ശ്രമം. ചന്ദ്രൻ്റെ അങ്ങേയറ്റത്ത് വീണ്ടും ചൈനയുടെ പേടകം. മണ്ണ് ശേഖരിക്കുക ലക്ഷ്യം. ചന്ദ്രൻ്റെ ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയാത്ത വിദൂര വശത്ത് വീണ്ടും ചൈന ബഹിരാകാശ പേടകമിറക്കി. ചാങ്യി 6 എന്ന ദൗത്യം ഓർബിറ്റർ, ലാൻഡർ, റിട്ടേണർ, അസെൻഡർ എന്നിങ്ങനെ 4 ഭാഗങ്ങളടങ്ങിയതാണ്. ഇന്നലെ പുലർച്ചെ 6:30-ക്കാണ് വിദൂര വശത്തെ അപ്പോളോ ബേസിൻ എന്നയിടത്ത് പേടകമിറങ്ങിയത്. ചൈനയുടെ ചാന്ദ്രദൗത്യ പരമ്പരയാണ് ചാങ്യി. 2019-ൽ ഇതിലെ 4-ാം ദൗത്യത്തിൽ വിദൂരവശത്ത് ആദ്യമായി ഇറങ്ങി. 2020-ൽ വിക്ഷേപിച്ച ചാങ്യി 5 ചന്ദ്രൻ്റെ കാണാവുന്ന വശത്തുനിന്ന് മണ്ണ് ശേഖരിച്ചു കൊണ്ടുവന്നിരുന്നു. ചന്ദ്രൻ്റെ വിദൂരവശത്തു നിന്ന് മണ്ണെടുക്കാനാണ് ചാങ്യി 6 ലക്ഷ്യമിടുന്നത്. ഇത് വിജയിച്ചാൽ ചരിത്രത്തിലെ ആദ്യ നേട്ടമാകും. മെയ് 3-നായിരുന്നു വിക്ഷേപണം. പാകിസ്ഥാൻ, ഫ്രാൻസ്, ഇറ്റലി എന്നീ രാജ്യങ്ങളുടെയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയും ഉപഗ്രഹങ്ങളും ചാങ്യി 6 വഹിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറികളില്ലാതെ അരുണാചൽ, സിക്കിം. അരുണാചൽ BJPക്ക് 60-ൽ 46 സീറ്റ്, സിക്കിം SKMന് 32-ൽ 31 സീറ്റ്. ലോക്സഭയ്ക്കൊപ്പം നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടന്ന അരുണാചൽ പ്രദേശിൽ 4-ൽ 3 സീറ്റ് നേടി BJP ഭരണം നിലനിർത്തി. എന്നാൽ വലിയ മോഹങ്ങളുമായി തനിച്ചു മത്സരിച്ച സിക്കിമിൽ BJP തകർന്നടിഞ്ഞു. നേരത്തെ NDAയുടെ ഭാഗമായിരുന്ന സിക്കിം ക്രാന്തികാരി മോർച്ച ഇവിടെ 32-ൽ 31 സീറ്റും നേടി ഭരണ തുടർച്ച നേടി. രണ്ടിടത്തും കോൺഗ്രസിൻ്റെ നില കൂടുതൽ ദയനീയമായി. അരുണാചലിലെ 2-ഉം സിക്കിമിലെ 1-ഉം ലോക്സഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെണ്ണൽ മറ്റിടങ്ങളിലേതിനൊപ്പം നാളെ നടക്കും. അളവിൽ കൂടുതൽ ഭൂമി കുരുക്കഴിയുന്നു. ഉടമസ്ഥത രേഖയ്ക്ക് പുതിയ നിയമം. ഡിജിറ്റൽ സർവേ കഴിയുമ്പോൾ അധിക ഭൂമിയുണ്ടെങ്കിൽ രേഖ ലഭിക്കും. പരിഹാരമാവുക പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രശ്നത്തിന്. ഭൂമിയുടെ ഡിജിറ്റൽ സർവേ കഴിയുമ്പോൾ സ്വകാര്യ വ്യക്തികളുടെ കൈവശം അവരുടെ അതിർത്തിക്കുള്ളിൽ അളവിൽ കൂടുതലുള്ള ഭൂമിക്ക് പ്രത്യേക ഉടമസ്ഥത രേഖ നൽകാൻ നിയമം വരുന്നു. റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ കരട് നിയമം നിയമവകുപ്പ് അംഗീകരിച്ചാൽ മന്ത്രിസഭയുടെ അനുമതിയോടെ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബില്ലായി അവതരിപ്പിക്കും. സംസ്ഥാനത്ത് 1960-കളിൽ റീസർവേയും 2 വർഷം മുൻപ് ഡിജിറ്റൽ സർവേയും നടപ്പായെങ്കിലും അധിക ഭൂമിക്ക് ഇപ്പോഴും ഉടമസ്ഥർക്ക് രേഖ നൽകുന്നില്ല. ഇനി ഡിജിറ്റൽ സർവേയിൽ കണക്കാക്കുന്ന വിസ്തീർണം കൃത്യതയുള്ളതാണെന്ന് വിലയിരുത്തി മുൻ സർവേ രേഖകളിൽ നിന്ന് അധികമായുള്ള ഭൂമി ക്രമീകരിച്ചു നൽകാൻ പ്രത്യേക ഉടമസ്ഥാവകാശ രേഖ അനുവദിക്കും. ഇതിനുള്ള ഫീസിൻ്റെയും അപേക്ഷയുടെയും കാര്യത്തിൽ മന്ത്രി കെ രാജൻ്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്ന് തീരുമാനമെടുക്കും. ഇക്കാര്യങ്ങൾ നിയമത്തിൻ്റെ ചട്ടങ്ങൾ തയ്യാറാക്കുമ്പോൾ നിശ്ചയിച്ചാൽ മതിയാകും. പെരിയാർ മത്സ്യക്കുരുതി നഷ്ടം 13.55 കോടി രൂപ. മത്സ്യകർഷകരുടെ വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്ന് റിപ്പോർട്ടിൽ ആവശ്യം. പെരിയാറിൽ മെയ് 20-നുണ്ടായ മത്സ്യക്കുരുതിയിൽ 13.55 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് ഫിഷറീസ് വകുപ്പ്. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇത്. 7.03 കോടി രൂപയുടെ മത്സ്യനാശവും മത്സ്യത്തൊഴിലാളികൾക്ക് 6.52 കോടി രൂപയുടെ നഷ്ടവും സംഭവിച്ചിട്ടുണ്ട്. മത്സ്യകൃഷിക്കായി വായ്പയെടുത്ത കർഷകരുടെ വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്ന് റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. ഉപജീവനം നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് 3 മാസത്തേക്ക് ദിവസം 350 രൂപ നിരക്കിൽ ധനസഹായം വിതരണം ചെയ്യണമെന്നും 3 മാസത്തേക്ക് സൗജന്യ റേഷൻ അനുവദിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുറ്റകൃത്യം നടത്തിയ കമ്പനികളിൽ നിന്ന് തന്നെ നഷ്ടപരിഹാരം ഉറപ്പാക്കണം. മത്സ്യവിഭവത്തിൻ്റെ പുനരുജ്ജീവനത്തിനായി പഞ്ചായത്ത് തലത്തിൽ മത്സ്യപ്രജനന കേന്ദ്രങ്ങൾ നടപ്പിലാക്കുകയും മത്സ്യവിത്ത് നിക്ഷേപ പദ്ധതി ഊർജിതമാക്കുകയും വേണം. മത്സ്യകൃഷി പുനരാരംഭിക്കുന്നതിന് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ശുഭദിനം. നന്ദി.